Dear students, welcome to today's class. ഇന്ന് നമ്മൾ ഇൻക്ലൂസീവ് ക്ലാസ്സിൽ രണ്ടാമത്തെ യൂണിറ്റിലെ തന്നെ രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ലേണർ ഡൈവേഴ്സിറ്റി ഇൻ സ്കൂൾസ്. ആ യൂണിറ്റിലെ ഇമ്പയർമെൻറ്റ്സ് എന്ന് പറയുന്ന ഭാഗമാണ്. അതായത് അതിൽ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്സ്, വിഷ്വൽ ഇമ്പയർമെൻറ്റ്സ്, ഫിസിക്കൽ ഇമ്പയർമെൻറ്റ്സ്, അതുപോലെ തന്നെ ഡെവലപ്മെൻ്റൽ ഓർ ഇൻ്റലക്ച്വൽ ഇമ്പയർമെൻറ്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് എന്താണെന്ന് നോക്കാം. കേൾവി വൈകല്യം എന്ന് പറയും മലയാളത്തിൽ. ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്, ഡെഫ്നെസ് ഓർ ഹിയറിംഗ് ലോസ് refers to the inability to hear things, either totally or partially. ഡെഫ്നെസ് ആണ്, ബധിരത, പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ കേൾക്കാൻ കഴിയാത്ത അവസ്ഥ. എ പേഷ്യൻ്റ് വിത്ത് മൈൽഡ് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് മേ ഹാവ് പ്രോബ്ലംസ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് സ്പീച്ച്. ഒരു ഭാഗികമായി മാത്രം ഇത്തരം പ്രശ്നമുള്ള ഒരാൾക്ക് സംസാരങ്ങൾ, ടീച്ചറുടെ ക്ലാസ് ഇതൊന്നും കേൾക്കാതിരിക്കുന്ന അവസ്ഥയായിരിക്കാം. മോഡറേറ്റ് ഡെഫ്നെസ് മേ നീഡ് എ ഹിയറിംഗ് എയ്ഡ്. കൂടുതൽ തീവ്രമായിട്ടുള്ള ഡെഫ്നെസ് അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലിലുള്ള ഒരു ഡെഫ്നെസ് ഉണ്ടെങ്കിൽ ഒരു ഹിയറിംഗ് എയ്ഡ് കൊണ്ട് സാധിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ സിവിയർലി ഡെഫായിട്ടുള്ള ആളുകൾക്ക് ഹിയറിംഗ് എയ്ഡ് വെച്ചതുകൊണ്ടും കാര്യമില്ല. ദേ ഡിപ്പെൻഡ് ഓൺ ലിപ്പ് റീഡിങ് അല്ലെങ്കിൽ സൈൻ കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വേണ്ടിവരും. ഹിയറിംഗ് ഇമ്പയർമെൻ്റ് ഉള്ള കുട്ടികളുടെ ഒരു സമാന സ്വഭാവം, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ബൈ ബർത്ത് ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഒന്ന്. അല്ലെങ്കിൽ എനി ടൈം ഡ്യൂറിങ് എ പേഴ്സൺസ് ലൈഫ് ഇത് സംഭവിച്ചേക്കാം, കേൾവി നഷ്ടപ്പെട്ടേക്കാം. പിന്നെ ഏർലി ഡിറ്റക്ഷൻ ആണ് ഇതിലേറ്റവും പ്രധാനം. വളരെ നേരത്തെ തിരിച്ചറിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ട്രെയിനിങ്, ഹിയറിംഗ് എയ്ഡ്സ്, മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിലധികം പേരും ലാംഗ്വേജ് അവർക്കൊരു വലിയ ടഫാണ്. ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അവർ സൈൻ ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്, അല്ലെ മറ്റ് മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇവർക്ക് ഏതാണ്ട് സെയിം അക്കാഡമിക് എബിലിറ്റിയാണ് സാധാരണ കണ്ടുവരുന്നത്. ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്സ് ഉള്ള കുട്ടികൾക്കൊക്കെ ഹാവിങ് സെയിം അക്കാഡമിക് എബിലിറ്റീസ്. അവരുടെ എഡ്യൂക്കേഷണൽ പെർഫോമൻസിനെ ഇത് ബാധിക്കും, തീർച്ചയായിട്ടും ബാധിക്കും. അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് മറ്റ് പ്രോബ്ലംസ്, സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, സ്ട്രെസ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ധാരാളം ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഇവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുക? അപ്പോൾ അതിന് ആൾട്ടർനേറ്റ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, സ്പീച്ച് റീഡിംഗ്, സൈൻ ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ ബോർഡ്സ്, കമ്പ്യൂട്ടേഴ്സ്, ടെലികമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്, ഇതൊക്കെ വേണ്ടി വരും. അതിലൂടെയൊക്കെ അവരെ ലാംഗ്വേജ് പഠിപ്പിക്കാം, കണ്ടൻറ്റ് പഠിപ്പിക്കാം, ആ രൂപത്തിലേക്ക് കൊണ്ടുവരാം. ഇവരുടെ വൊക്കാബുലറി വളരെ ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന മാർഗങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താം. രണ്ടാമത്തത് വിഷ്വൽ ഇമ്പയർമെൻ്റ് ആണ്. വിഷ്വൽ ഇമ്പയർമെൻ്റ് എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയാത്ത അവസ്ഥ, കാഴ്ച വൈകല്യം. It is a term experts use to describe any kind of vision loss, whether it is someone who cannot see at all or someone who have partial vision. ഭാഗികമായോ പൂർണ്ണമായിട്ടോ കാഴ്ച നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് വിഷ്വൽ ഇമ്പയർമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? വിഷ്വൽ ഇമ്പയർമെൻറ്റ്സ് ഇതും
ജനന സമയത്തോ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴോ ആക്സിഡൻറ്റിലൂടെയോ ഒക്കെ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ വിഷ്വൽ ഇമ്പയർമെൻ്റ് ഉള്ള കുട്ടികൾ ദേ കനോട്ട് സീ. അപ്പോൾ കാഴ്ചയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ടേം, ഒരു പുതിയ വൊക്കാബുലറി പഠിപ്പിക്കുകയാണെങ്കിൽ ആ ഒരു പദം, അതുമായി ബന്ധപ്പെട്ട വസ്തു അവർ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിലേക്ക് ഉറയ്ക്കുന്ന ആ വസ്തുവിനെക്കുറിച്ചുള്ള ധാരണ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. കൃത്യമായൊരു ധാരണ ഉണ്ടാവണം ഇല്ല. മറ്റൊന്ന്, അവർക്കും സെയിം അക്കാഡമിക് എബിലിറ്റീസാണ് ഉള്ളത്. വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികൾക്കും അവരുടെ എഡ്യൂക്കേഷണൽ പെർഫോമൻസിനെ ഇത് ബാധിക്കുന്നുണ്ട്. ഡിപ്രഷൻ, സ്ട്രെസ്സ് തുടങ്ങിയിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങളിലേക്ക് ഇത് നയിക്കുന്നുണ്ട്. അതായത് അസോസിയേറ്റഡ് സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഐസൊലേഷൻ അവരുടെ ഒരു പ്രശ്നമാണ്. ഐസൊലേഷൻ, ഏകാന്തത. അപ്പോൾ എങ്ങനെ ഇതെല്ലാം മാറ്റാൻ കഴിയും? അസിസ്റ്റ് ചെയ്യണം. അവർക്ക് വെറൈറ്റി ഓഫ് അസിസ്റ്റീവ് ഡിവൈസസ് ടു ഹെൽപ്പ് ഇൻഫോർമേഷൻ ഇൻക്ലൂഡിങ് ബ്രെയിൻലി സിസ്റ്റം, സ്കാനേഴ്സ്, ഓഡിറ്ററി മീഡിയ, റീഡിംഗ് മെഷീൻസ്, ടോക്കിംഗ് കാൽക്കുലേറ്റേഴ്സ്, ഓഡിയോ ടേപ്സ്, ഇങ്ങനെ പല പല ഡിവൈസസ് അവർക്ക് വേണ്ടി വരും. അതിലൂടെ അവരെ സഹായിക്കാൻ പറ്റും. മറ്റൊന്ന് ഫിസിക്കൽ ഇമ്പയർമെൻറ്റ്സ് ആണ്. ഫിസിക്കൽ ഇമ്പയർമെൻ്റ് എന്ന് പറയുമ്പോൾ ദ ഫിസിക്കൽ കപ്പാസിറ്റി ടു മൂവ്, കോർഡിനേറ്റ് ആക്ഷൻസ് ഓർ പെർഫോം ഫിസിക്കൽ ആക്ടിവിറ്റീസ് significantly limited or impaired or delayed and is exhibited by difficulties in one or more of the following areas. ഒന്ന്, ഫിസിക്കൽ ആൻഡ് മോട്ടോർ ടാസ്ക്. രണ്ട്, ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ്. മൂന്ന്, പെർഫോമിംഗ് ബേസിക് ലൈഫ് ഫങ്ഷൻസ്. ഈ പറയുന്ന ഏതെങ്കിലും മേഖലകളിൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കുന്ന ഒരവസ്ഥയാണ് ഫിസിക്കൽ ഇമ്പയർമെൻ്റ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ഇമ്പയർമെൻറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ഡിസബിലിറ്റി അല്ലെ ഡിസേബിളിംഗ് കണ്ടീഷൻ ഓർ അതർ ഹെൽത്ത് ഇമ്പയർമെൻറ്റ് ദാറ്റ് റിക്വയേഴ്സ് അഡാപ്റ്റേഷൻ. എന്തിൻ്റെയെങ്കിലും സഹായത്തോടു കൂടി മാത്രം ചലിക്കാൻ കഴിയുന്നൊരവസ്ഥ, സ്വന്തമായി ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ, അതും ഫിസിക്കൽ ഇമ്പയർമെൻ്റാണ്. രണ്ട് തരത്തിലുള്ള ഫിസിക്കൽ ഇമ്പയർമെൻ്റ് ഉണ്ട്, ശ്രദ്ധിക്കുക. ഒന്ന്, വീൽ ചെയർ യൂസേഴ്സ്. മെൻഷൻ ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഡിസബിലിറ്റീസ്. ഒന്ന് വീൽ ചെയർ യൂസേഴ്സ് ആണ്. രണ്ട്, മൊബിലിറ്റി ഇമ്പയർമെൻറ്റ്സ്. വീൽ ചെയർ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ സെറിബ്രൽ പാസി, മൾട്ടിപ്പിൾ സെലറോസിസ്, മസ്കുലർ ഡിസ്ട്രോഫി, സ്പൈനൽ കോഡ് ഇഞ്ചുറീസ്, സ്പൈന ബിഫിഡ, ഇത്തരത്തിലുള്ള ഡിസോർഡേഴ്സ് ഉള്ള വിഭാഗം അവരെ വീൽ ചെയർ യൂസേഴ്സ് എന്ന് പറയുന്നു. സെറിബ്രൽ പാൾസി, CP എന്ന് പറയും. മൾട്ടിപ്പിൾ സെലറോസിസ്, MS എന്ന് പറയും. മസ്കുലർ ഡിസ്ട്രോഫി, MD എന്ന് പറയും. സ്പൈനൽ കോഡ് ഇഞ്ചുറീസ്, സ്പൈന ബിഫിഡ എന്ന് പറയും. അത്തരത്തിലുള്ള വിഭാഗം ഒന്ന്. രണ്ടാമത്തത് മൊബിലിറ്റി ഇമ്പയർമെൻറ്റ്സ്. മൊബിലിറ്റി ഇമ്പയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആംപ്യൂട്ടീസ്, ആർത്രൈറ്റീസ്, ലുപ്പസ്, ഡയബറ്റീസ്, മെഡിക്കൽ ഇൽനെസ്, സിസ്റ്റിക് ഫൈബ്രോസിസ്, മൾട്ടിപ്പിൾ സെലറോസിസ്, ഇത്തരം അസുഖങ്ങളുള്ളവർ. ഇങ്ങനെ രണ്ട് തരം ടൈപ്പ് ഓഫ് ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉണ്ട്. അതിൻ്റെ പേര് മാത്രം നിങ്ങൾ പഠിക്കുക. വേറെ ഒന്ന്, മൊബിലിറ്റി ഇമ്പയർമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം അതിൽ വീൽ ചെയർ യൂസേഴ്സ് നിങ്ങൾക്കറിയാം. മൊബിലിറ്റി ഇമ്പയർമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ കാറ്റഗറി ഓഫ് ഡിസബിലിറ്റി ദാറ്റ് ഇൻക്ലൂഡ്സ് പീപ്പിൾ വിത്ത് വേരിയിങ് ടൈപ്പ് ഓഫ് ഫിസിക്കൽ ഡിസബിലിറ്റീസ്.
അതായത് വ്യത്യസ്തമായിട്ടുള്ള ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള ആളുകൾ, ഇവിടെ ഒരു കൂട്ടം. ദിസ് ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി ഇൻക്ലൂഡ്സ് അപ്പർ ഓർ ലോവർ ലിം ലോസ് ഓർ ഡിസബിലിറ്റി, മാനുവൽ ഡെക്സ്റ്ററിറ്റി ആൻഡ് ഡിസബിലിറ്റി ഇൻ കോർഡിനേഷൻ വിത്ത് ഡിഫറെൻ്റ് ഓർഗൻസ് ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരത്തിലെ വ്യത്യസ്തമായ ഓർഗൻസിനെ കോർഡിനേറ്റ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ, അതിലുള്ള വ്യത്യാസം, ഇതിനെയാണ് മൊബിലിറ്റി ഇമ്പയർമെൻറ്റ് എന്ന് പൊതുവെ പറയുന്നത്. അതിലുള്ള മൊബിലിറ്റി ഇമ്പയർമെൻറ്റിൽ ഏതെല്ലാം വിഭാഗം ആളുകളുണ്ട്? ആംപ്യൂട്ടീസ്, ആർത്രൈറ്റിസ്, ലപ്പസ് ഡയബറ്റീസ്, മെഡിക്കൽ ഇൽനസ്, സിസ്റ്റിക് ഫൈബ്രോസിസ്, മൾട്ടിപ്പിൾ സെലറോസിസ്. ഇനി ഇവരെ എങ്ങനെ നമുക്ക് പഠനത്തിലും മറ്റു കാര്യങ്ങളൊക്കെ അസിസ്റ്റ് ചെയ്യാൻ കഴിയും? അതിന് ഒന്ന്, അവർക്ക് റാംസ് ആൻഡ് എസെൻഷ്യൽ ഫോർ ഇൻഡിവിജ്വൽസ് വിത്ത് വീൽ ചെയർസ്. റാമ്പ്, പിടിച്ച് കയറാനും പോകാനും കടന്നു വരാനൊക്കെ ഉള്ള സംവിധാനം വേണം. എലിവേറ്റേഴ്സ് വേണം, ഇവരെ ക്ലാസ് റൂമിലോ മറ്റു സാഹചര്യങ്ങളിലൊക്കെ എത്തിക്കാൻ എലിവേറ്റേഴ്സ് വേണം. റെസ്റ്റ് റൂം സ്പെഷ്യലി ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി അല്ലെങ്കിൽ പേഴ്സൺസ് വിത്ത് മൊബിലിറ്റി ഇമ്പയർമെൻറ്റ്സ്, അവർക്ക് സ്പെഷ്യലായിട്ടുള്ള റെസ്റ്റ് റൂംസ് വേണം. ക്ലാസ് റൂംസ് ആൻഡ് ലബോറട്ടറീസ് സ്പെഷ്യലി ഫോർ പേഴ്സൺസ് വിത്ത് മൊബിലിറ്റി ഇമ്പയർമെൻറ്റ്സ്. ലബോറട്ടറി എക്സ്പെരിമെൻറ്റ്സ് ഓർ പ്രോജക്ട്സ് സ്പെഷ്യലി ഫോർ സച്ച് പേഴ്സൺസ്. അങ്ങനെ ഓരോ രംഗത്തും അവർക്ക് പ്രത്യേകത ഉള്ള രീതിയിൽ വരുത്തിയാൽ മാത്രമേ അവരെ കൂടി നമുക്ക് പഠനത്തിൻ്റെ ഒരു ഏരിയയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, താങ്ക് യു.